അബായി മേങ്ങാ പോകും. ഞാൻ എപ്പോഴും പോകും. എന്റെ ബോഡി കെട്ട് ഒത്തു മേടിച്ച്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഇളനീരിൻ്റെ പായസമായിട്ടാണ് കേട്ടോ. റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് കുറച്ച് ചൂട് ഓവറായിക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആ പുകയൊക്കെ വന്ന് നിങ്ങൾ കാര്യത്തിലാക്കണ്ട. അങ്ങനെ നമ്മൾ 1 ലിറ്റർ പാലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. പാലൊന്ന് കുറുക്കി വരിക, പിന്നെ നമ്മളൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇളനീരിൻ്റെ പൾപ്പ് ജ്യൂസ് അടിച്ചത് ഒഴിക്കുക, മിൽക്ക് മേഡ് ഒഴിക്കുക. സംഗതി റെഡി. ടേസ്റ്റോ അപാരം. അപ്പോൾ ഞങ്ങളിതാ പാലൊന്ന് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അലിഞ്ഞതിൽ ചേരണം. പിന്നെ അതുപോലെ തന്നെ പാല് നന്നായിട്ട് കുറുകും വേണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഐനൂസ് നബിദിനത്തിന് അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് അബായ എടുക്കാൻ പോണ തിരക്കിലാട്ടോ അവൾ. ഐനുവിൻ്റെ പൊലിവ് എന്ന് പറഞ്ഞെങ്കിൽ അവൾ അബായ എടുക്കാൻ പോകണമല്ലോ. അപ്പോൾ കെൻസ് അവിടെ ഇരുന്നിട്ട് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കേണ്ട തന്നെ എന്ന് പറയുന്നത് തെറ്റിയിരിക്കുകയാണ് കേട്ടോ. അതിനും അപ്പോൾ പോണ കഥകളൊക്കെ അവൾക്ക് എണ്ണി കൊടുക്കുകയാണ്. നബിദിനാണല്ലോ, അപ്പോൾ അവൾക്ക് അബായല്ലേ, അപ്പോൾ അബായ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അവർ. അതിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ നല്ല അടിപൊളി പായസം ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ നബിദിനത്തിന് ഇവിടുന്ന് ഇളനീർ പായസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അപ്പോഴേക്കും ഞാൻ കിച്ചണിലെത്തിയപ്പോഴേക്കും അതിലോട്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ പാലും ഏലക്കായും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. എന്നിട്ടാട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ലൂസ് പരിവാണെങ്കിൽ അങ്ങനെ മതി. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ലൂസ് വേണമെന്ന് ആയതുകൊണ്ടാണ് ഗൈസ് നമ്മളിവിടെ കുറച്ച് ലൂസ് പരുവത്തിലാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഇത് അരഞ്ചം പറഞ്ചം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറുകി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് മേഡും അതുപോലെ തന്നെ നമ്മൾ തേങ്ങൻ്റെ പൾപ്പ് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങാ വെള്ളത്തിലിട്ടാ. സോറി ഇളനീന്. ശിവ അവിടെ കാവൽ നിൽക്കാട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് മേഡിൻ്റെ ബാക്കി അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഫുള്ളൊന്നും ഒഴിക്കാൻ അയച്ചിട്ടില്ലേ ഗൈസ്. അങ്ങനെ അവളത് ബാക്കി എടുത്തിട്ട് ഓടിയിട്ടുണ്ട്. അവൾക്ക് എന്തോ ഉണ്ടാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഒരു ചടങ്ങാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മിൽക്ക് മേഡ് ഒഴിച്ചിട്ട് നമ്മളിത് അങ്ങനെ റഞ്ചം പുറഞ്ച് ഇളക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അയിനുമ്മ പോയിട്ടില്ല. അയിനുമ്മ പോണ തിരക്കിലാണ്. അങ്ങനെ കിട കാട്ടി പായുന്നുണ്ട് കേട്ടോ അവള്. അങ്ങനെ പൾപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് കേട്ടോ. ഇളനീന് ഇവിടെ ഗൈസ് 2 ദിവസം മുമ്പ് തെങ്ങ് വെട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് ആക്കിയാട്ടോ. അപ്പോൾ ഇവിടെ ടേസ്റ്റ് നോക്കണ തിരക്കിലാണ് എല്ലാവരും കൂടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തിടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഷിഫനെ. അപ്പോൾ കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ പോയിരുന്ന് ആസ്വദിച്ചിരുന്ന് കുടിക്കുകയാണ് ഗൈസ് നമ്മുടെ ഇളനീർ പായസം. ഗൈസ് നമ്മുടെ പായസം കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഗ്ലാസ്സേ കുടിച്ചിട്ടുള്ളൂ. നമ്മൾ ഡയറ്റൊക്കെ ആണല്ലോ, അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് മാത്രമേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. പിന്നെ ഇത് തന്നെയാണ് ഞങ്ങൾ നബിദിനത്തിനും ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.